Again, good morning students. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യം എന്നുള്ളതിനെക്കുറിച്ചും അതുപോലെ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്നുള്ളതും ആൻഡ് വി ഹാവ് സ്റ്റഡീഡ് സം ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. So we are proceeding with the next important topic of fundamentals of investment, and that is investment environment. Investment environment. And do you know what is investment environment? You may have heard about business environment. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ മുതൽ പഠിക്കുന്ന പല സബ്ജക്റ്റുകളിലും ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് എൻവയോൺമെൻറ്റ് റിലേറ്റിംഗ് ടു എ ബിസിനസ്. ഒരു ബിസിനസ്സിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അതിന് ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ, അതിനെ വിളിക്കുന്ന പേരാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഇറ്റ് ലൈക്ക് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ആൻഡ് എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ്. ലൈക്ക് ദാറ്റ് ഹിയർ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ് there are all those factors which are directly and indirectly related to investment, the process of investment. And the sum total of this is known as investment environment. Investment എന്ന് പറയുന്ന പ്രോസസ്സ് സ്മൂത്തായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവിടെയുള്ള ഫാക്ടേഴ്സ്, അതിൽ ഏറ്റവും കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, നമ്മൾ അവഗണിച്ചുകൂടാത്ത ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഇനി അത് കുറച്ചും കൂടി തിയററ്റിക്കലി പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ദിസ് ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു 3. ദാറ്റ് ഈസ് there are mainly 3 important factors in investment environment. And the first and most important factor is financial instruments. Financial instrument. And what is meant by financial instruments? The instruments in which an investor can invest. That is known as financial instrument. നമ്മൾ നേരത്തെ പറഞ്ഞു ഷെയർ, ഡിബഞ്ചർ, ബോണ്ടുകൾ, ഇതൊക്കെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളാണ്. ഇനി പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്. അതിൽ പ്രധാനമായും 2 തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളാണുള്ളത്. നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ്, എങ്കിലും നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി വീണ്ടും അത് പറയുകയാണ്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം, ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഓണർഷിപ്പ് സെക്യൂരിറ്റി. എന്താണിത് തമ്മിലുള്ള വ്യത്യാസം? ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി ആൻഡ് ഓണർഷിപ്പ് സെക്യൂരിറ്റീസ്. ആൻഡ് ഇൻ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് the holders of these securities are treated as creditors by the institution which issued those securities. ആരാണോ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തത് ആ കമ്പനി അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ ഹോൾഡേഴ്സിനെ, സെക്യൂരിറ്റീസിൻ്റെ ഹോൾഡേഴ്സിനെ ക്രെഡിറ്റേഴ്സായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സെക്യൂരിറ്റീസിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ്. അങ്ങനെയുള്ള ഏത് സെക്യൂരിറ്റീസിനെ കുറിച്ചാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? പ്രത്യേകിച്ചും ഡിബഞ്ചേഴ്സ് അല്ലേ. ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ട്രീറ്റഡ് ആസ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിനെ എങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യണം, ക്രെഡിറ്റേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണം? അറ്റ് ദാറ്റ് സ്റ്റിപ്പുലേറ്റഡ് ടൈം, അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ടൈം വി വിൽ റെമിറ്റ് ദം ദെയർ ഇൻട്രസ്റ്റ്, ദ കറക്റ്റ് ഇൻട്രസ്റ്റ്. there will not be any change. Likewise, their principal amount will be returned at the correct time without any fault or without any deviation, and that is the position of debentures. A debenture is a type of creditorship security. Then what do you mean by ownership security? Ownership security. Ownership security is otherwise known as equities. Equities. In the previous class, I have explained regarding equity share capital, equities.
And all the equity shareholders are known as the owners of the company. They are the owners. They are treated as the owners. That is why those securities are called as ownership securities. And these are the two important types of instruments, types of financial instruments. They are creditorship securities or creditorship instruments, and next one is ownership instruments. And creditorship securities are mainly three important types. And after the class, I will draw the chart in the board, then it will be more clear to you. And before that, I am explaining. And these creditorship securities are three important types, and it may be public debt securities and private debt securities, and one more is there, they are special securities. And public debt securities, it is issued by the central or state government for a long term. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, എസ്പെഷ്യലി ഫോർ ദെയർ ഇൻഫ്രാസ്ട്രക്ചറൽ, ഫോർ ഡെവലപ്പിംഗ് ദെയർ ഇൻഫ്രാസ്ട്രക്ചറൽ കൺട്രീസ് ഇൻഫ്രാസ്ട്രക്ചറൽ facilities, they will issue units, they will issue bonds for a long term. And these type of securities is known as public debt securities. And next one is private debt securities. And these private debt securities are issued by companies, public companies, private companies, you know. And in the previous semester you have studied in corporate regulation which are the different types of companies. And the securities issued, the debt securities issued by those companies is known as private sector or private debt securities. And there is one more debt security, it's known as special type of debt securities, and these securities are issued by public sector units. പബ്ലിക് പൊതുമേഖല എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള യൂണിറ്റുകൾ ഇഷ്യൂ ചെയ്യുന്ന ഫോർ ഷോർട്ട് ടേം ആസ് വെൽ ആസ് ലോങ് ടേം പർപ്പസസ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെ, സാധാരണ ബോണ്ടുകളായിട്ടാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്, വിളിക്കുന്ന പേരാണെന്ത്, സ്പെഷ്യൽ സെക്യൂരിറ്റീസ്. ആൻഡ് ദേ ആർ ഫോർ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. And this is known as, these are the three important types of creditorship securities. And I have told that the first ingredient and the most important ingredient in this investment environment is financial instrument. Without financial instrument, there is no need of studying all these subjects. Financial instrument is the most important ingredient, the most important factor which manages all other factors in this business environment, and not business environment, in this investment environment. And the first factor you have studied. And ഫസ്റ്റ് ഫാക്ടറിൽ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസിൽ നമ്മൾ 3 തരം സെക്യൂരിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് അല്ലാതെ അവിടെ വേറൊരു ടൈപ്പ് സെക്യൂരിറ്റീസിനെയും കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു. അതായത് ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് ആൻഡ് യു നോ, നേരത്തെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇക്വിറ്റീസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി സാധാരണ ഇക്വിറ്റീസിനെ കൂടാതെ സംടൈംസ് വി വിൽ ഇൻക്ലൂഡ് പ്രിഫറൻസ് ഷെയർസ് ടു ദാറ്റ് സെക്ഷൻ ഓൾസോ. പ്രിഫറൻസ് ഷെയർസിനെ കൂടി നമ്മൾ ആ സെക്ഷനിൽ എന്ത് ചെയ്യാറുണ്ട്, ഉൾപ്പെടുത്താറുണ്ട്. സംടൈംസ് പ്രിഫറൻസ് ഷെയർസ് ആർ ഓൾസോ ട്രീറ്റഡ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് ഓണേഴ്സ് എന്ന് പറയുന്ന മെയിനായിട്ടുള്ള അവകാശമുള്ളത്. ഓണേഴ്സ് എന്ന് അവരെയാണ് നമ്മൾ വിളിക്കുക. എങ്കിലും ചില സമയങ്ങളിൽ പ്രിഫറൻസ് ഷെയർസിനെയും കൂടി ഓണർഷിപ്പ് സെക്യൂരിറ്റീസിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് ആസ് പെർ ദ റെഗുലേഷൻസ് ഓഫ് ദി കമ്പനി, ഇഫ് ഇറ്റ് ഈസ് പെർമിറ്റഡ് ബൈ articles of association as well as memorandum of association, and these two terms are familiar to you, okay. And these are the two types of financial instrument, okay. So that is the first ingredient. And next ingredient is financial market. നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ആയി, ഇനി അതിന് എന്ത് വേണം, മാർക്കറ്റ് വേണം അല്ലേ. എന്തിനാ മാർക്കറ്റ്, എന്താ മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവം? അത് വാങ്ങാനും വിൽക്കാനും ഉള്ള ഒരു പൊതുവായിട്ടുള്ളൊരു സ്ഥലം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മാർക്കറ്റ് എന്ന് പറയുന്നത്, ഓക്കെ. ഇനി ഈ മാർക്കറ്റിനെ തന്നെ, ഈ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് വാങ്ങാനും വിൽക്കാനുമുള്ള ആ പൊതുവായിട്ടുള്ള വേദിനെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത് നമ്മൾ.
അതേസമയം അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. There are mainly two important sections. They are primary market as well as the second one is secondary market. Primary market. Primary market. And what do you mean by primary market? Primary market means when new shares and when new securities are issued by the company, it will be directly issued to the shareholders or security holders without any intermediaries. So the direct marketing or direct selling of securities by the company to the shareholders or security holders is known as primary market. Then what do you mean by secondary market? All other further issues of or further transfers and further sale and exchange of all these securities are done in the secondary market, and secondary market can be otherwise termed as stock exchange. You all are familiar with the word stock exchange. Secondary market, and in this secondary market അവിടെയാണ് എല്ലാ തരത്തിലുമുള്ള എക്സ്ചേഞ്ചുകളും. നമ്മൾ ആദ്യമായിട്ടൊരു കമ്പനിയിൽ നിന്ന് കുറച്ച് ഷെയർ വാങ്ങിക്കുന്നു, അത് പ്രൈമറി മാർക്കറ്റിൽ അത് സംഭവിക്കുന്നു. അതിനുശേഷം ആ ഷെയർ നമ്മൾ കുറേ കാലം നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുന്നു. കുറേ കാലം കയ്യിൽ വെച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അത് കറക്റ്റ് സമയത്തിന് വിൽക്കേണ്ടതാണെങ്കിൽ വിൽക്കണം, ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണം. അതല്ലാതെ നമുക്ക് എന്ത് ഏൺ ചെയ്യാൻ സാധിക്കില്ല, റിട്ടേൺസ് ഏൺ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. സോ ഇവിടെ ഈ സെക്കൻഡറി മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ, പ്രൈമറി മാർക്കറ്റിനേക്കാളും ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു ഇടമാണ് എന്തെന്ന് പറയുന്നത് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ലിസ്റ്റ് ദെയർ ഷെയർസ് ഇൻ എ stock exchange before they are issuing their shares. It's compulsory, it's a mandatory provision. അതായത് ഇഷ്യൂ ചെയ്യാൻ പോകുന്നതിന് മുൻപേ തന്നെ, ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോകുന്നതിന് മുൻപേ തന്നെ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്, മാൻഡേറ്ററിയാണ്. സോ വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വി കനോട്ട് ഗോ to the allotment of shares and other security. Allotment നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. സോ ഇത് need not be explained. അലോട്ട്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ രണ്ട് തരം മാർക്കറ്റ് നമുക്കുണ്ട്. പ്രൈമറി മാർക്കറ്റ് ഉണ്ട്, അവിടെ കമ്പനികൾ അവരിറക്കുന്ന ഷെയർസ് നേരിട്ട് ആരിലേക്ക് എത്തിക്കുന്നു, അവരുടെ ഷെയർ അവർ സെലക്ട് ചെയ്യും. ദർ ഇസ് എ വാസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. ആപ്ലിക്കേഷൻ വിളിക്കണം, അത് ആപ്ലിക്കേഷൻ മണി ഒരു ബാങ്കിൻ്റെ സെപ്പറേറ്റ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അലോട്ട്മെൻറ്റ് ഷീറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ്. ആർക്കൊക്കെയാണ് അലോട്ട്മെൻറ്റ് നടത്തുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം അലോട്ട്മെൻറ്റ് നടത്തണം. പലതരത്തിലുള്ള അലോട്ട്മെൻറ്റുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. സോ ദാറ്റ് ഈസ് പ്രൈമറി മാർക്കറ്റ്. ഇനി ഈ ഷെയർ വാങ്ങിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ കയ്യിൽ തന്നെ ഇരിക്കണമെന്നുള്ളത് നിർബന്ധമല്ല. ദർ ഇസ് ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. While studying the characteristics of company, one characteristic is that the shares are freely transferable. കമ്പനിക്ക് ഒരിക്കലും നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അവർ ഇഷ്യൂ ചെയ്ത, ആർക്കാണോ അത് ഇഷ്യൂ ചെയ്ത അയാൾ തന്നെ കമ്പനിയുടെ അവസാനം വരെ ഷെയർ കൈവശം വെച്ചിരിക്കണം എന്ന് ഒരിക്കലും നിർബന്ധം പിടിക്കാൻ സാധിക്കില്ല. സോ ദാറ്റ് ഈസ് ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി. സോ ദാറ്റ് ഇസ് എ സെക്കൻഡറി. ആ ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ഉറപ്പുവരുത്തുന്ന മാർക്കറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സെക്കൻഡറി മാർക്കറ്റ്. സോ മാർക്കറ്റ്, ടു ടൈപ്സ് മാർക്കറ്റ്, ദേ ആർ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. And the third one is, that is financial intermediary. Financial intermediary. നമ്മൾ പറഞ്ഞു രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചു. They are financial instruments. First one is financial instrument, second one is financial market. ഇൻസ്ട്രുമെൻ്റ് ആയി, മാർക്കറ്റായി. അതേസമയം ഈ ബൈയിങ് ആൻഡ് സെല്ലിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കുറച്ചും കൂടി എളുപ്പത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ we need certain persons as
persons or institutions as financial intermediaries. Especially you may have heard about brokers, stock market brokers. കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ അല്ലേ, സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കേഴ്സിനെ കുറിച്ച്. All those brokers are registered persons. They have to acquire registration and licensing from SEBI. And ഈ ബ്രോക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പണി എന്താ? They act as an intermediary between the buyers and the sellers. ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. ഒരു ബയറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉദ്ദേശം എന്താ? വിൽക്കാനുള്ള ആളെ കണ്ടെത്തണം അല്ലേ? ഒരു വിൽക്കാനുള്ള സെല്ലറെ സംബന്ധിച്ചിടത്തോളം അയാൾ കണ്ടുപിടിക്കേണ്ടത് ആരെയാ? ഒരു ബയറെയാണ് കണ്ടെത്തേണ്ടത്. സോ ദിസ് ബ്രോക്കർ, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ബ്രോക്കറെ സംബന്ധിച്ചിടത്തോളം ബ്രോക്കർ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഇടയിലുള്ളൊരു ഇൻ്റർമീഡിയറി ആയി പ്രവർത്തിക്കുന്നു. ഈ രണ്ട് കൂട്ടർക്കിടയിലുള്ള ഇൻ്റർമീഡിയറി ഫോർ പാസിംഗ് ഇൻഫർമേഷൻ ടു each of these parties, the buyers and sellers, collecting all those financial information, giving information to the buyers and sellers whether the price of share will increase or not എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ട് ഇൻഫർമേഷൻ അനലൈസ് ചെയ്തുകൊണ്ട് മാക്സിമം ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ബ്രോക്കേഴ്സിൻ്റെ പണി. ഷെയർ ബ്രോക്കേഴ്സാണ് ഏറ്റവും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി. ആൻഡ് യു മേ ഹാവ് ഹേർഡ് അബൌട്ട് മെർച്ചൻ്റ് ബാങ്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ് ആസ് വെൽ ആസ് മ്യൂച്വൽ ഫണ്ട്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കുകളാണ്. നമ്മൾ കോർപ്പറേറ്റ് റെഗുലേഷൻ പഠിക്കുന്ന സമയത്ത് അവിടെ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ടേംസ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ആരൊക്കെയാണ്? ഹു ഈസ് എൻ അണ്ടർ റൈറ്റർ? ആരാണ് അണ്ടർ റൈറ്റർ? അണ്ടർ റൈറ്റിംഗ് ഈസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ദ അണ്ടർ റൈറ്റർ. ആൻഡ് ഹിയർ അണ്ടർ റൈറ്റർ agrees to the company that if there is a failure in the subscription by the public, all the shares will be subscribed by me or by that underwriter. That is the agreement between the company and the underwriter. അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർറൈറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സ്ഥാപനമോ അല്ലെങ്കിൽ കമ്പനിയും അണ്ടർറൈറ്ററും തമ്മിലുള്ളൊരു എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റിൽ അണ്ടർറൈറ്റർ എന്താ പറയണേ? നിങ്ങൾ ഇഷ്യൂ ചെയ്തോളൂ, ഇഷ്യൂ ചെയ്തിട്ട് ആൾക്കാരത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തോളാം, ഞാൻ എന്ത് ചെയ്തോളാം, അത് വാങ്ങിച്ചോളാം. അങ്ങനെ എഗ്രി ചെയ്യുന്ന ആ വ്യക്തിയെ അല്ലെങ്കിൽ സ്ഥാപനത്തെ വിളിക്കുന്ന പേരാണ് അണ്ടർ റൈറ്റർ. ആ എഗ്രിമെൻറ്റിന് വിളിക്കുന്ന പേരാണ് ഹീസ് ഓൾസോ എൻ ഇൻ്റർമീഡിയറി. അയാളൊരു ഇൻ്റർമീഡിയറി തന്നെയാണ്. അതർവൈസ് ദേ കനോട്ട് ഇഷ്യൂ ദ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല കമ്പനിക്ക്. അണ്ടർ റൈറ്റിംഗ് ഈസ് എസെൻഷ്യൽ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു എസെൻഷ്യൽ മാൻഡേറ്ററി ആയിട്ടുള്ളൊരു പ്രൊവിഷനാണ്. എസ്പെഷ്യലി ഫോർ പബ്ലിക് ലിമിറ്റഡ് കമ്പനി, വിതൗട്ട് അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റ് ദേ കനോട്ട് പ്രൊസീഡ് വിത്ത് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. സോ അണ്ടർ റൈറ്റേഴ്സ് ആസ് വെൽ ആസ് മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പലപ്പോഴും ന്യൂസുകളിലൊക്കെ വരുന്ന, പലപ്പോഴും നിങ്ങൾ പേപ്പറുകളിലൊക്കെ വായിക്കുന്ന ഫിനാൻഷ്യൽ രംഗത്ത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് മ്യൂച്വൽ ഫണ്ടിങ് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് പല സ്ഥാപനങ്ങളും മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ആ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുന്ന, അതിൽ UTI എന്ന് പറയുന്ന സ്ഥാപനമാണ് അതിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന സംരംഭത്തിൽ ആദ്യം വന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഹിസ്റ്ററി അറിയാം. ദെൻ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് യു മീൻ ബൈ മ്യൂച്വൽ ഫണ്ട്? മ്യൂച്വൽ ഫണ്ട് ഒരു സംരംഭമാണ്. അതിൽ ഇത്രയേ ഉള്ളൂ, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് പൈസ കളക്ട് ചെയ്യുകയും ആ കളക്ട് ചെയ്തിട്ടുള്ള പൈസ വിവിധ സ്ഥാപനങ്ങളുടെ വിവിധ കമ്പനികളുടെ ഷെയറുകളിലോ സെക്യൂരിറ്റീസിലോ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ചെറിയൊരു കമ്മീഷൻ കുറച്ച് അത് തിരിച്ച് വീണ്ടും ഇൻവെസ്റ്റേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു ഏർപ്പാടിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഫണ്ട്. പല ബാങ്കുകളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമൊക്കെ മ്യൂച്വൽ ഫണ്ട് സംവിധാനം ചെയ്യുന്നവരുണ്ട്, സേവനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ആരൊക്കെയാണ് ഏറ്റവും അധികായന്മാരായിട്ട് നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക, അവരെക്കുറിച്ച് അന്വേഷിക്കുക, ഏത് ഷെയറാണ് വില കൂടുതൽ, ഏത് ഷെയറിനാണ് വില കൂടാൻ സാധ്യതയുള്ളത്, ഫിനാൻഷ്യലി ആൻഡ് എക്കണോമിക്കലി എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കുകയും അത് ഇൻവെസ്റ്റേഴ്സിലേക്ക് എത്തിക്കുകയും അവരിൽ നിന്ന് പൈസ കളക്ട്. സോ ദേ ക്യാൻ ബി കോൾഡ് ആസ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്.
Okay, so there are so many types of merchant bankers, lead managers, lead bankers എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടി ഒരു മിക്സ്ചർ, ഒരു ഫ്രെയിം വർക്ക്, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. ആൻഡ് ഐ ഹാവ് taught to you 3 important points and 3 important factors, and they are: first one, financial instrument, ഏറ്റവും നെസസറി ആയിട്ടുള്ള ഫാക്ടർ, ആൻഡ് സെക്കൻഡ് വൺ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ആൻഡ് തേർഡ് വൺ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി. ആൻഡ് ഐ വിൽ ജസ്റ്റ് ഡ്രോ ഇറ്റ് ഇൻ ദ ബോർഡ് ആസ് എ ഡയഗ്രാം. ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ്, so the first one is in investment environment. The first one is financial instrument. It can be creditorship security and ownership security. It can be again divided into public debt, private debt, or can also be divided into special debt. So creditorship securities can be again divided into 3: public debt, private debt, and special debt. And next one is ownership security, and there are 2 types of securities. Mainly I have told you, that is equities, and sometimes we may include preference shares. And next one is, second ingredient is financial the next one is financial market, and it has been divided into 2: primary and secondary. And third important factor is financial intermediaries. Financial intermediary, they may be brokers, merchant bankers, underwriters, and mutual funds. ഇവർ മാത്രമല്ല, ഇവരെ പോലെ ഇൻ്റർമീഡിയറീസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി എന്ന് വിളിക്കാം. ഒരു എക്സാമ്പിളായിട്ടൊരു 3-4 പേരുടെ പേരുകൾ അവിടെ എഴുതിയെന്നേ ഉള്ളൂ. സോ ഇതാണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പിക്ചർ. ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് വളരെ ബ്രീഫായിട്ട്, വളരെ ചെറിയൊരു ഡയഗ്രത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളതിനെ പറഞ്ഞെങ്കിൽ കൂടി, ഇതിനെ ഓരോ പോയിന്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ അതിനൊരു വലിയൊരു ടെക്സ്റ്റ് ബുക്കാക്കി മാറ്റാവുന്ന സംഭവമാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, അതിൽ തന്നെ ഡെറ്റ്, ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ്, അതിനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കാം. സോ അത്രയധികം ഇൻഫോർമേറ്റീവായിട്ടുള്ള, അത്രയധികം കാര്യങ്ങൾ പറയാനുള്ള ഒരു സംഭവമാണ് ഇതിൽ ഓരോ ചെറിയ ചെറിയ പോയിന്റുകൾ എന്ന് പറയുന്നത്.
ഓക്കെ. സോ എങ്കിലും നിങ്ങൾക്കൊരു ചെറിയൊരു ഔട്ട്ലുക്ക് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇത്രയും കാര്യങ്ങളാണ് ഇൻവെസ്റ്റ്മെൻറ്റിനോടനുബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ടത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കണം, അല്ലേ? ന്യൂസൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം BSE ഇൻഡെക്സ്, അല്ലേ? സെൻസെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ്, നിഫ്റ്റി, NSEയുടെ ഇൻഡെക്സ്, നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സ്, ഇതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനത്രയധികം പ്രാധാന്യം, ഇന്ത്യയുടെ എക്കണോമിക് സ്ട്രക്ചർ തീരുമാനിക്കുന്നതിൽ അതിനത്രയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുക, എങ്ങനെയാണ് അതിൻ്റെ ആക്ടിവിറ്റീസ്, അതൊക്കെ അറിയാനുള്ളൊരു താല്പര്യം നിങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഒരു സംഭവമാണ്. അത് നിങ്ങളത് വളർത്തിയെടുക്കാനായിട്ട്, അറിയാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആഗ്രഹിക്കണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ അത് ഒരു ഔട്ട്ക്രൈ സിസ്റ്റം, ഔട്ട്ക്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒച്ചത്തിൽ നിലവിളിക്കുക എന്ന് വെച്ചാൽ കരയുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ വിളിച്ചു പറയുകയാണ് ചെയ്യണം, എൻ്റെ കയ്യിൽ ഇത്ര ഷെയർ ഉണ്ട്, അതിൽ ഇത്രയും ഷെയർ വിൽക്കാനുണ്ട്, ഇത്രയും ഷെയർ വാങ്ങാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉച്ചത്തിൽ ഓളിയിട്ട് വിൽപ്പനയും വാങ്ങലും നടത്തിയിരുന്നൊരു സമയം നമുക്കുണ്ടായിരുന്നു. അതേസമയം ഇന്നത്തെ സിസ്റ്റം ഫുള്ളി മാറി. ആൻഡ് വി ആർ ഡീലിംഗ് വിത്ത് ഓൾ ട്രാൻസാക്ഷൻ ഓൺ ദ ബേസ് ഓഫ് സ്ക്രീൻ ബേസ്ഡ് സിസ്റ്റം. എല്ലാ മുക്കിലും മൂലയിലും കമ്പ്യൂട്ടർ ടെർമിനൽസ് വെച്ചുകൊണ്ട് അതിലൂടെ ഇൻഫർമേഷൻ, അപ്പം കിട്ടുന്ന ഇൻഫർമേഷൻ കറക്റ്റായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിച്ചുകൊണ്ട് എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് എളുപ്പം. അതുകൊണ്ടാണ് പണ്ടൊക്കെ ചിലപ്പോൾ മന്ത്ലി ഒരു ചേഞ്ചേ നടന്നിരുന്നുള്ളൂ അതിൻ്റെ ഇൻഡെക്സിലും ആസ് വെൽ ആസ് അതിൻ്റെ പ്രൈസിലും. അതേസമയം ഇന്ന് അങ്ങനെയല്ല, സെക്കൻഡിൽ എന്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഷെയറിൻ്റെയും സെക്യൂരിറ്റീസിൻ്റെയും വിലയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളൊരു കാരണം ഇതുകൊണ്ടാണ്. അതായത് ഇൻവെസ്റ്റേഴ്സിന് എല്ലാവർക്കും അറിയാം എന്താണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കൊറോണ എന്ന് പറയുന്ന ഇപ്പോഴത്തെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത് കൊറോണയാണ്, അല്ലേ? നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എത്രമാത്രം ഇൻഫർമേഷൻസാണ് നമ്മൾ കൊറോണയെക്കുറിച്ച് കളക്ട് ചെയ്യുന്നത്. ചെറിയൊരു വൈറസ് ആണെങ്കിലും അതിനെക്കുറിച്ചിട്ടുള്ള എത്ര തരം ഇൻഫർമേഷൻസ് റിയൽ ടൈമിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുപോലെയാണ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും റിയൽ ടൈം ബേസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ രീതിയിൽ. മാക്സിമം ഇൻവെസ്റ്റേഴ്സിന് ബെനഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അല്ല, ഒന്നും കൂടി ഞാൻ സമ്മപ്പ് ചെയ്യാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റിനെ മൂന്നായിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കുന്നു. അതിലാദ്യം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, രണ്ടാമത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, മൂന്നാമത് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. അതിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെ രണ്ട് പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻറ്റ്സായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസും ഓണർഷിപ്പ് സെക്യൂരിറ്റീസും. അതിൽ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസിനെ വീണ്ടും മൂന്നായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് പബ്ലിക് ഡെറ്റ് സെക്യൂരിറ്റീസാണ്, രണ്ട് പ്രൈവറ്റ് ഡെറ്റ് സെക്യൂരിറ്റീസാണ്, മൂന്ന് സ്പെഷ്യൽ സെക്യൂരിറ്റീസാണ്. ഇനി ഓണർഷിപ്പ് സെക്യൂരിറ്റീസിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഇക്വിറ്റീസായിട്ടും പ്രിഫറൻസ് ഷെയർസായിട്ടും. ഫിനാൻഷ്യൽ മാർക്കറ്റുകളെ നമ്മൾ രണ്ടായിട്ട് വീണ്ടും തരംതിരിക്കുന്നുണ്ട്, പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും. ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ള പേരിട്ട് വിളിക്കാവുന്നതാണ്. സോ സെക്കൻഡറി മാർക്കറ്റ് ഈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആണ്. Any person or any institution who help the buyers and sellers to do their transaction is known as financial intermediary. മെയിനായിട്ട് വരുന്ന ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി ആണ്. ബ്രോക്കേഴ്സ് ഉണ്ട്, മെർച്ചൻ്റ് ബാങ്കേഴ്സ് ഉണ്ട്, അണ്ടർ റൈറ്റേഴ്സ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും കുറിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ബ്രോക്കേഴ്സ്, മെർച്ചൻ്റ് ബാങ്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ്. ഇതൊക്കെ നിങ്ങൾക്ക് കേട്ടുപരിചയമുള്ള വാക്കുകൾ തന്നെയാണ്. സോ ദാറ്റ് ഈസ് ബിസിനസ്, നോട്ട് ബിസിനസ്. ഐ ആം റിപ്പീറ്റിംഗ് ദ വേർഡ് ബിസിനസ്, നോട്ട് ബിസിനസ്. ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. ആൻഡ് നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോസസ്.
Process of investment decision. How we can take the investment decision and what all steps we have to take before taking an investment decision. That is process of investment decision. You know what is the meaning of process? Process means it is a sum total of all activities which have to be done in a sequential order. Sequential order 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട കുറച്ച് ആക്ടിവിറ്റീസിൻ്റെ സം ടോട്ടൽ അതിന് വിളിക്കുന്ന പേരാണ് പ്രോസസ്സ്. സോ ദിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഈസ് ഓൾസോ എ പ്രോസസ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നതും ഒരു പ്രോസസ്സ് തന്നെയാണ്. Then what are the important activities and what are the important functions to be done or to be taken for taking an investment decision? These are discussed in 5 important points, and they are: first important point is determining our investment objective. That is the first thing we have to decide. That is determination of investment objective. Investment objective. Then what is investment objective? Investment objective, objective of investing in a particular security. That is investment objective. And it may be short-term objective or long-term objective. We have short-term as well as long-term objective. And short-term objective means ഷോർട്ട് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് തൊട്ടടുത്ത് വരുന്നൊരു ഒബ്ജക്റ്റീവ്. ഇപ്പം നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് നമ്മുടെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഗോൾ, ദാറ്റ് മീൻസ് എൻ്റെ മകൾക്ക് ഫീസ് അടയ്ക്കണം, നാളെ തന്നെ ഫീസ് അടയ്ക്കണം. ഇറ്റ്സ് എ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്. ആൻഡ് ഹൗ ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് സോഴ്സ് ഓർ ഫൈൻഡ് ഔട്ട് ഫണ്ട് ഫോർ ദാറ്റ്. ആൻഡ് ദർ മേ ബി ലോങ് ടേം ഒബ്ജക്റ്റീവ് ഓൾസോ. ആൻഡ് ആഫ്റ്റർ 10 years ഐ വിൽ റിട്ടയർ. ആൻഡ് ഹൗ ഐ ക്യാൻ ഫണ്ട് മൈ റിട്ടയർമെൻറ്റ്. എങ്ങനെയാണ് എനിക്ക് ആ റിട്ടയർമെൻറ്റിനെ ഫണ്ട് ചെയ്യാനായിട്ട് സാധിക്കും? ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഐ ഹാവ് നോ ഇൻകം. സോ ഹൗ ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് ഇൻകം ആഫ്റ്റർ 10 years? സോ ഇറ്റ്സ് എ ലോങ് ടേം ഒബ്ജക്റ്റീവ്. എനി ഒബ്ജക്റ്റീവ്, ഷോർട്ട് ടേം ആസ് വെൽ ആസ് ലോങ് ടേം, ഏതായാലും നമുക്ക് വിഷയമില്ല. എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ എന്തിലേക്ക് പോവാൻ, ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സിലേക്ക് നമ്മൾ പോവാൻ. ഇനി ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം എന്നതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് പല ആവശ്യം. ജസ്റ്റ് ഫോർ എൻ എൻ്റർടൈൻമെൻറ്റ്, ചില ആൾക്കാർ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഷെയർ മാർക്കറ്റിലൊന്ന് പോയിട്ടൊന്ന് നോക്കി നോക്കട്ടെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റ്. അത് ഒരു എൻ്റർടൈൻമെൻറ്റ്. എനിക്ക് പൈസയൊന്നും ഉണ്ടാക്കാനല്ല, എനിക്ക് ഇൻകം ഇന്ന് വേണമെന്നില്ല, എങ്കിലും ഞാനൊന്ന് എന്ത് ചെയ്യുന്നു, കുറച്ച് ഷെയറിലൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സോ ഡെയിലി ഞാൻ എൻഗേജ്ഡ് ആവും. സോ ഇറ്റ് മേ ബി മൈ ഒബ്ജക്റ്റീവ്. സോ ഇറ്റ് മേ ബി ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്. അതേസമയം ചില ആൾക്കാർ വളരെ കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവോട് കൂടി, അതായത് കൃത്യമായി ഇപ്പോൾ നേരത്തെ 1-2 ഒബ്ജക്റ്റീവ്സ് ഞാൻ പറഞ്ഞു, അതുപോലെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഒബ്ജക്റ്റീവ് കൃത്യമായി ഞാൻ 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ റിട്ടയർ ചെയ്യുന്നു. സോ എനിക്ക് ആ റിട്ടയർമെൻറ്റിന് ശേഷം എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതണം. സോ ഞാൻ ഇന്നത്തെ സേവിങ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലേ? ചില ആൾക്കാർ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. പ്രോഫിറ്റ് മാക്സിമം, അതായത് ഇന്ന് ഞാൻ 100 രൂപയായാൽ അത് ഡബിൾ ചെയ്ത് 200, അത് ഡബിൾ ചെയ്ത് 400, അങ്ങനെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഇനി ചില ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ, ക്യാപിറ്റൽ ഗെയിൻസ് കൂടുതൽ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. എങ്ങനെയാണ് ഈ ക്യാപിറ്റൽ ഗെയിൻസ്? ഇന്ന് ഞാൻ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, നാളെ 200 രൂപ എനിക്ക് കിട്ടിയില്ലെങ്കിലും അതിനൊരു 110 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തു. അങ്ങനെ പതുക്കെ ഇഷ്യൂ ചെയ്ത കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടായി എൻ്റെ മാക്സിമം ക്യാപിറ്റൽ ഗെയിൻസ് ഞാൻ എന്ത് ചെയ്തു, കിട്ടി. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റ് മാക്സിമൈസേഷനോ വെൽത്ത് മാക്സിമൈസേഷനോ ആൻഡ് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവോ ലോങ് ടേം ഒബ്ജക്റ്റീവോ എൻ്റർടൈൻമെൻറ്റോ എന്തു വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് തീരുമാനിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോസസ്. ഇറ്റ്സ് എ ഫസ്റ്റ് പ്രോസസ് ആൻഡ് ഇറ്റ്സ് എ ഫസ്റ്റ് ആക്ടിവിറ്റി ടു ബി ടേക്കൺ ഓർ ടു ബി ഡൺ for the decision making, investment decision making process. And next one, the second point or the second activity, that is undertaking the security analysis. And what do you mean by security?
The financial instrument in which we are going to invest is known as security. Share is a security, debenture is a security, bond is a security. Then in which security I have to invest? That's an important question. It has to be decided. ഏത് സെക്യൂരിറ്റിയിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അതിൻ്റെ സിലബസ് പറഞ്ഞു തരുന്ന സമയത്ത് ഞാൻ മൂന്നാമത്തെ മൊഡ്യൂളിനെ കുറിച്ച് നിങ്ങളോട് പരിചയപ്പെടുത്തി തന്നിരുന്നു. ദാറ്റ് ഈസ് അപ്രോച്ചസ് ടു സെക്യൂരിറ്റി അനാലിസിസ്. എങ്ങനെയാണ് സെക്യൂരിറ്റീനെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുക? ദർ ആർ ടു ഇമ്പോർട്ടൻ്റ് അപ്രോച്ചസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ്. ഫണ്ടമെൻ്റൽ കുറച്ച് ഭയങ്കര ബ്രോഡായിട്ടുള്ള ഒരു അനാലിസിസ് ആണിത്. ബ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ മൈന്യൂട്ടായിട്ടുള്ള സ്റ്റെപ്പും നമ്മൾ എന്ത് ചെയ്യാണ്, അതുകൊണ്ടാണ് അത് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം സ്റ്റഡിയിങ് ദ ഇൻ്റർനാഷണൽ സിനാരിയോ. ഇൻ്റർനാഷണൽ, അതായത് അത് ഏറ്റവും ബ്രോഡായിട്ടുള്ളതിൽ നിന്ന് വന്ന് പതുക്കെ താന്ന് നമ്മുടെ ആ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്ററുടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു പ്രോസസ്സ്, ബ്രോഡർ കൺസെപ്റ്റിൽ നിന്ന് കൊണ്ടുവന്ന് നാരോ കൺസെപ്റ്റിലേക്ക് വരുന്ന ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ്. എല്ലാം പഠിക്കും നമ്മൾ. ഒരു കമ്പനിയുടെ ഷെയറിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളും, അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ഫീച്ചേഴ്സ് അടക്കം നമ്മൾ ചിലപ്പോൾ എടുത്ത് എന്ത് ചെയ്തു എന്ന് വരും, പരിശോധിച്ചു എന്ന് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സെക്യൂരിറ്റീനെ അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞ്. അതിൽ തന്നെ വേറൊരു അനാലിസിസിനെ കുറിച്ച് നമുക്ക് കൂടി പറഞ്ഞു, ടെക്നിക്കൽ അനാലിസിസ്. നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലകൾ, കുറച്ച് എന്താ പറയുക, കുറച്ച് ചാർട്ടുകൾ, കുറച്ച് ഡയഗ്രാമുകളൊക്കെ തന്നിട്ടുണ്ട്. അതായത് ഷെയറിൻ്റെ ട്രെൻഡൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. അതായത് ഷെയറിൻ്റെ പ്രൈസ് ഒരു 5 കൊല്ലം അത് ഇൻക്രീസിങ് ട്രെൻഡാണ് കാണിക്കണമെങ്കിൽ അടുത്ത 5 കൊല്ലം മിക്കവാറും അത് ഡിക്രീസിങ് ട്രെൻഡായിരിക്കും. പിന്നെയും അത് ഇൻക്രീസ് ചെയ്യും, പിന്നെയും ഡിക്രീസ് ചെയ്യും. അങ്ങനെ ഒരു അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ട്രെൻഡുകളാണ് മിക്കവാറും എല്ലാ ഷെയറുകളും. കാരണം ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സംഭവമല്ല. അപ്പോൾ അപ്വേർഡും ഉണ്ടാവും, ഡൗൺവേർഡ്. അപ്പോൾ അതിൻ്റെ ട്രെൻഡുകൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഡയഗ്രാംസും ചാർട്ടുകളും ഒക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അത് വെച്ച് പരിശോധിച്ച് നമ്മളിപ്പോൾ ഈ കൊല്ലം 2020 നമ്മുടെ ഷെയറിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷെയറിൻ്റെ ട്രെൻഡ് എന്താണ് എന്ന് നോക്കിയിട്ട് അടുത്ത കൊല്ലം അപ്പോൾ എന്തായിരിക്കും ട്രെൻഡ് എന്ന് നമ്മൾ ആ ചാർട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, നോക്കുകയാണ്. ഫോർമുല വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫണ്ടമെൻ്റൽ അനാലിസിസിനെ പോലെ അത്രയും അങ്ങോട്ട് ബ്രോഡായിട്ടുള്ളൊരു കോൺസെപ്റ്റ് അല്ല ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന സംഭവം. ഏത് തരം അനാലിസിസ് ആയാലും നമുക്ക് വിഷയമില്ല. ദ സെക്യൂരിറ്റീസ് മസ്റ്റ് ബി അനലൈസ്ഡ് വെദർ ഇറ്റ് ഈസ് പ്രാക്ടിക്കബിൾ ഓർ വെദർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏത് സെക്യൂരിറ്റീസിലായാലും വയബിളാണോ, പ്രാക്ടിക്കലാണോ, അത് നമുക്ക് റിട്ടേൺസ് തരുന്ന ഒന്നാണോ എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. സോ സെക്യൂരിറ്റി അനാലിസിസ് ഷുഡ് ബി ഡൺ. സോ ദാറ്റ് ഈസ് എ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഇൻ ദിസ് decision making process, investment decision making process. And the third important point and the third step is construction of portfolio. Construction of, you must listen this word, that is portfolio. Portfolio, P-O-R-T-F-O-L-I-O, portfolio. And what do you mean by portfolio? I have already explained in the previous class. Portfolio means the effective combination of different securities. That is portfolio. പല തരത്തിലുള്ള സെക്യൂരിറ്റീസിൻ്റെ എഫക്റ്റീവ് ആയിട്ടുള്ള കോമ്പിനേഷൻ. It should be constructed. How it can be constructed? എങ്ങനെയാണ് നമുക്കതിനെ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? കൺസ്ട്രക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസിനെ കുറിച്ചിട്ടുള്ളൊരു ബോധ്യം, അതിനെക്കുറിച്ചിട്ടുള്ളൊരു അറിവ്, അതിൻ്റെ ഒരു ഇവാലുവേഷൻ നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്തിരിക്കണം, നടത്തിയിരിക്കണം. 10,000 രൂപ ഇത്രയും ഷെയറിൽ, 10,000 രൂപ പ്രിഫറൻസ് ഷെയറിൽ, 10,000 രൂപ ഡിബഞ്ചേഴ്സിൽ, 10,000 രൂപ നമ്മുടെ ബോണ്ടുകളിൽ, കുറച്ച് പൈസയ്ക്ക് നമ്മൾ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു, കുറച്ച് പൈസയ്ക്ക് നമ്മൾ ലാൻഡ് വാങ്ങിച്ചിട്ടു. ഓൾ ദീസ് ആർ അസറ്റ്സ്.
All these are monetary assets, whether it is ഷെയറും സെക്യൂരിറ്റീസും മാത്രമല്ല അസറ്റുകൾ എന്ന് പറയുന്നത്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താലും ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്താലും അതൊക്കെ അസറ്റുകൾ തന്നെയാണ്. ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് അറ്റ് എനി ടൈം. സോ അതിൻ്റെ ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു കോമ്പിനേഷൻ, നല്ലൊരു ഡിസൈൻ, നല്ലൊരു പോർട്ട്ഫോളിയോ, എത്ര രൂപ വെച്ച് എത്ര സെക്യൂരിറ്റി, ഇത് എന്തിനു വേണ്ടിയിട്ട്, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. ഒബ്ജക്റ്റീവ് ഇത്രയേ ഉള്ളൂ. എന്താ ഒബ്ജക്റ്റീവ്? നമുക്കൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയറിലോ 2 ഷെയറിലോ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ പ്രത്യേകത, നഷ്ടം വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് ഒറ്റയടിക്ക് നമ്മളത് ബെയർ ചെയ്യേണ്ടി വരും. അതേസമയം ഒരേ സമയം തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിൽ, ഡിഫറൻ്റ് ആയിട്ടുള്ള മോണിറ്ററി അസറ്റുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് നഷ്ടം സംഭവിച്ചാലും വേറൊരെണ്ണത്തിൻ്റെ ലാഭം കൊണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാൻ, മേക്കപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. So, for an investor, before taking the decision regarding his investment, he should design his portfolio. പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഡിസൈൻ ചെയ്യുക, അത് കൺസ്ട്രക്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. ദാറ്റ് ഈസ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ. Then the next step, the fourth important step is portfolio revision. ഒരു പോർട്ട്ഫോളിയോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു, ഇനി 10 കൊല്ലത്തേക്ക് ആ പോർട്ട്ഫോളിയോ തന്നെ മതി, എന്ത് ലാഭമായാലും കുഴപ്പമില്ല, എത്ര നഷ്ടമായാലും കുഴപ്പമില്ല, അത് തന്നെ ഞാൻ സഹിച്ചോളാം എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇരിക്കേണ്ട കാര്യമില്ല. It must be revised frequently. By considering the changing situations, by considering the changing environment in business, all these things we can change our portfolio. It should be revised according to the time. When the time demands, we should revise this portfolio. Revise ചെയ്യാൻ നമുക്ക് സാധിക്കണം. സാധിച്ചെങ്കിൽ മാത്രമേ അത് എഫക്റ്റീവായിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് ആവുള്ളൂ. ഡിസിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓൺഗോയിങ് പ്രോസസ്സ്. ഇറ്റ്സ് നോട്ട് എ വൺ ടൈം പ്രോസസ്സ്, ഇറ്റ്സ് ഓൺഗോയിങ്, ഇറ്റ്സ് എ കണ്ടിന്യൂവസ് പ്രോസസ്സ്, ഇറ്റ്സ് എ സൈക്ലിക്കൽ പ്രോസസ്സ്. നേരത്തെ നമ്മൾ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രീ റിക്വയർമെൻറ്റ്സ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രീ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞ സമയത്ത് അവിടെ നമ്മളൊരു ചാർട്ട് വരച്ചിരുന്നു അല്ലേ. ഓക്യുപ്പേഷൻ, from that occupation we will get income, and from that income we will meet our expenses, and after meeting the expenses we may have some savings, and this saving will be invested, and after investment we can, through investment we can meet our financial goals, and this investment can again be reinvested. അതിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം, it can be an additional income to us, and again this cycle goes on. So this is portfolio റിവിഷൻ. അതിന് വിളിക്കുന്ന, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ റിവിഷൻസ് ഉണ്ടാവണേ. മാറ്റി നമ്മൾ എന്ത് ചെയ്തു നോക്കണു, പരീക്ഷ. എൻ്റെ റിവിഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വി ഷുഡ് ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദിസ് പോർട്ട്ഫോളിയോൻ്റെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അനലൈസ് ചെയ്യേണ്ടി വരും, ഇവാലുവേറ്റ് ചെയ്യേണ്ടി, വെദർ ഇറ്റ് ഈസ് പെർഫോമിങ് എഫക്റ്റീവ്ലി. എന്നാൽ മാത്രമേ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെടുത്തിരിക്കുന്ന പോർട്ട്ഫോളിയോ, ഉള്ളിലുള്ള സെക്യൂരിറ്റീസ് ഓക്കെ അല്ലേ, ഓക്കെ ആണോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുക. ഈ ഷെയർ ഓക്കെ ആണോ, ഇന്ന കമ്പനിയുടെ ഷെയർ ഓക്കെ അല്ല, അതിനെ നമ്മൾ വിട്ടുകളയണോ, അതോ വേറെ ഏതെങ്കിലും അഡീഷണൽ ഷെയർസ് നമ്മൾ വാങ്ങണോ, അഡീഷണൽ സെക്യൂരിറ്റീസ് വാങ്ങണോ, 10 സെൻറ്റ് സ്ഥലമാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്, അത് നമ്മൾ അതിൻ്റെ ഒരു 5 സെൻറ്റും കൂടെ നമ്മൾ കൂട്ടണോ. സാധാരണ രീതിയിൽ പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസിലേക്കാണ്. മെയിൻലി മീൻസ് ഷെയർ, ഡിബഞ്ചർ, അതുപോലുള്ള സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സെക്യൂരിറ്റീസ് ചേഞ്ച് ചെയ്ത് പരീക്ഷിക്കുക എന്നുള്ളതാണ് പോർട്ട്ഫോളിയോ റിവിഷനിലൂടെ നമ്മൾ എയിം ചെയ്യുന്നത്. ഈ പോർട്ട്ഫോളിയോ റിവിഷൻ സാധ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഇവാലുവേഷൻ മെത്തേഡ്, ഇവാലുവേഷൻ ടെക്നിക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിലൂടെ മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ദീസ് ആർ ദി 5 important points to be considered before taking an investment decision, or these are the 5 important steps, sequential steps to be taken for investment decision making process. They are, first one is determining our investment objective, and second one is
security analysis. Third one is portfolio construction. Fourth one is portfolio revision. And fifth one is portfolio performance evaluation. All these steps are very important. Without these steps, we cannot take an investment decision. That is the importance of this topic. And for your information, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കണമെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനതൊന്ന് ബോർഡുമൊന്ന് എഴുതി തരാം. First one is determination of investment objective. Second one is security analysis. Portfolio construction. Portfolio revision, fourth one. And last one is portfolio performance evaluation. These are the important steps, and usually this question is asked in the question paper, that is investment decision making process, sometimes as an essay question. So this topic is very important. So you study. ഏത് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കണം കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ല, കയ്യിലില്ല എന്നൊന്നും പറഞ്ഞ് ആരും വേവലാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞു തന്ന ഭാഗങ്ങൾ ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ചാൽ അത്യാവശ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയലായി. പിന്നെ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, എങ്ങനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ, എത്ര സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്, എങ്ങനെയാണത് പ്രവർത്തിക്കണേ, എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അറിവ് അങ്ങനെ കുറിച്ച് കൂടുതൽ അറിവ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ കുറിച്ച് കുറച്ചും കൂടി സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ താങ്ക് യു.